എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവിഹിതബന്ധമുള്ള ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഒരു സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, അവർക്ക് അവിഹിതബന്ധമുണ്ടെങ്കിൽ അവർ പുറമേ കാണിക്കുന്ന 10 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 1-2 ലക്ഷണം ഉണ്ടെന്ന് കരുതിയിട്ട് ആർക്കും അവിഹിതബന്ധം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിലൊരു 7, 8 അല്ലെങ്കിൽ 9, 10 ഒക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ തീർച്ചയായിട്ടും സംശയിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ടും മറക്കരുത്. ഒന്നാമതായിട്ട് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആൻഡ് ബിഹേവിയർ ചേഞ്ച് എന്നുള്ളതാണ്. ഒരു അവിഹിതത്തിന് മുമ്പ് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നതിന് നേരെ വിപരീതമായിരിക്കും ഒരു അവിഹിതബന്ധം ഉണ്ടായി കഴിയുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്ന രീതി. അവിഹിതബന്ധത്തിന് മുമ്പ് നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി വളരെ കരുതലോടുകൂടി ഒക്കെ ആയിരിക്കും പെരുമാറിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, വല്ലാതെ കെയർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, നിങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നിരിക്കാം, നിങ്ങളുടെ അടുത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു അവിഹിതം വരുന്നതോടുകൂടി നിങ്ങളോട് പിന്നെ സംസാരിക്കാൻ പോലും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തന്നെ ആ വ്യക്തി വല്ലാണ്ട് അങ്ങ് ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങും. ആ വ്യക്തിക്ക് അത് സഹിക്കുന്നില്ല നിങ്ങളോട് അധികം സംസാരിക്കാൻ പോലും. എന്നിട്ട് നിങ്ങളോട് പെട്ടെന്ന് ചൂടാവാൻ തുടങ്ങും, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചൂടാവും. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളെ ചിലപ്പോൾ കുറ്റപ്പെടുത്താൻ തുടങ്ങും, നിങ്ങളോട് ഒരു കാര്യമില്ലാതെ വഴക്കിടാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് അത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ബിഹേവിയർ തന്നെ ചേഞ്ച് ആയ പോലെ, ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ആയ പോലെ തോന്നും. അതായത് പിന്നീട് നിങ്ങൾക്ക് ഒരു വിലയും തരത്തില്ല, ഒരു പരിഗണനയും തരത്തില്ല, ഒരു കെയറും തരത്തില്ല, ഒരു സ്നേഹവും തരത്തില്ല, നിങ്ങളുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടത്തുമില്ല, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചൂടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട്, നിങ്ങളുടെ പങ്കാളിക്ക് അവിഹിതം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റി ആ വ്യക്തിക്ക് ഇല്ലാതെയാകും എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഡെയിലി ഫോണൊക്കെ വിളിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഒരു വിശേഷവും ചോദിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം അറിയാൻ യാതൊരുവിധ ആകാംക്ഷയും കാണിക്കത്തില്ല. നിങ്ങളിപ്പോൾ എങ്ങനെ ചോദിച്ചാലും കൊള്ളാമെന്നുള്ള ഒരു രീതിയിലായിരിക്കും. പുള്ളിയുടെ വിശേഷങ്ങളും പറയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവരൊരിക്കലും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ഒരു ദിവസം എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ഇതൊന്നും പറയാനായിട്ട് മെനക്കെടത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണെന്ന് സംഭവിച്ചത് അതും ചോദിക്കാനായിട്ട് മെനക്കെടത്തില്ല എന്നുള്ളതാണ്. തന്നെയല്ല, നിങ്ങൾക്കിപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ ആദ്യകാലത്തൊക്കെ കുട്ടികളെയൊക്കെ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തവരായിരിക്കും. പക്ഷേ ഈ അവിഹിതബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികളോടുള്ള താല്പര്യം പോലും കുറയും, പിന്നെ ഈ കുട്ടികളോടും അധികം സംസാരിക്കത്തില്ല. അങ്ങനെ പിന്നെ നിങ്ങളെന്തെങ്കിലുമൊക്കെ കൂടുതൽ ഈ വ്യക്തി എന്തുകൊണ്ട് ഇപ്പോൾ ഈ പഴയ പോലെ പെരുമാറുന്നില്ല, മൊത്തത്തിൽ ഇങ്ങനെ ചേഞ്ചായി എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, പഴയ സ്നേഹം എന്താണ് ഇല്ലാത്തത്, അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ആ വ്യക്തി പെട്ടെന്ന് തന്നെ നിങ്ങളോട് ഒരുപാട് ചൂടാവുകയും ചിലപ്പോൾ നിങ്ങളെ ഫോണിൽ തന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. കാരണം ആ വ്യക്തിക്ക് മറ്റേ അവിഹിത പങ്കാളിയോട് എപ്പോഴും ചാറ്റ് ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ വരണമല്ലോ. അപ്പോൾ ഈ ജീവിത പങ്കാളി എപ്പോഴും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഈ വ്യക്തി ഓൺലൈനിൽ വരുന്നുണ്ടോ. അപ്പോൾ നോക്കുമ്പോഴൊക്കെ ഓൺലൈനിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടിയും തരുന്നില്ല, ഒരു റിപ്ലൈ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ല വഴി, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് വഴക്ക് കൂടി അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ്. ഈ ജീവിത പങ്കാളിക്ക് ഇയാൾ ഓൺലൈനിലുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിൽ പലരും ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വഴക്കുണ്ടാക്കി ഇങ്ങനെ പങ്കാളിയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു താല്പര്യവും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയും കാണിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോടും അങ്ങനെ ഒരു സ്നേഹമോ ക്യൂരിയോസിറ്റിയോ ഒന്നും കാണിക്കുന്നില്ല, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഒരു അവിഹിതം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ അപ്പിയറൻസ് ചേഞ്ചാണ്. അതുവരെ ഉണ്ടായിരുന്ന ഒരു ബ്യൂട്ടി സെൻസും അതുവരെ ഉണ്ടായിരുന്ന ഒരു ഡ്രസ് സെൻസും അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റൈൽ സെൻസും ഒക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ട് അതൊക്കെ കുറേ കൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് കാണപ്പെടാനായിട്ട് തുടങ്ങും. അതായത് അവരുടെ ഒരു സ്റ്റൈൽ സെൻസ് വർദ്ധിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതുവരെ വളരെ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് ധരിച്ചിരുന്ന ഒരാളായിരിക്കും, ചിലപ്പം മുണ്ടും ഷർട്ടും ഇട്ട് നടന്ന ആൾ പെട്ടെന്ന് തന്നെ അടിപൊളി ടീഷർട്ടും അല്ലെങ്കിൽ ജീൻസും ഒക്കെ ഇടാനായിട്ട് തുടങ്ങുന്നു. അതും അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടും ഒക്കെ ഇടാനായിട്ട് തുടങ്ങും. അത് നല്ല ഇൻസേർട്ട് ചെയ്ത് എക്സിക്യൂട്ടീവ് സ്റ്റൈലിലൊക്കെ നടക്കാനായിട്ട് തുടങ്ങുന്നു. ഇനി സ്ത്രീകളുടെ കേസ് എടുത്താൽ അതുവരെ സാരിയൊക്കെ എടുത്തുകൊണ്ടിരുന്ന് നടന്ന പെൺപിള്ളേർ ടീഷർട്ട് ഇടുന്നു, അല്ലെങ്കിൽ നല്ല ജീൻസ് ഇടുന്നു, അല്ലെങ്കിൽ അതുവരെ ഈ ടീഷർട്ടും ജീൻസ് ഇട്ടുകൊണ്ടിരുന്നവർ ചിലപ്പം സാരി എടുത്ത് വരുന്നതും കാണാം, അല്ലെങ്കിൽ ചുരിദാർ ഇട്ട് വരുന്നതും കാണാം. അങ്ങനെ ഡ്രസ്സിൻ്റെ സ്റ്റൈലും ഡ്രസ്സിൻ്റെ സെൻസും ഒക്കെ അങ്ങ് മറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ആരെയോ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം പുതിയതായിട്ട് കണ്ടെത്തിയ ആളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടും ആൾക്കിഷ്ടമുള്ള രീതിയിലും ആയിരിക്കും അവരിപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇത് എങ്ങനെയുണ്ടെന്നൊന്നും ചിലപ്പോൾ ചോദിക്കാനൊന്നും നിൽക്കത്തില്ല. നിങ്ങളോട് അങ്ങനെ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടാവത്തുമില്ല. കുറേ കൂടി ബ്യൂട്ടിയുടെ കാര്യത്തിലും കെയർ ചെയ്യാനായിട്ട് തുടങ്ങുന്നു, കുറേ കൂടി സുന്ദരനാകാൻ നോക്കുന്നു, കുറേ കൂടി സുന്ദരിയാകാനും ഒക്കെ നോക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് മറ്റാരെയും ഒക്കെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ. ഇനി നാലാമായിട്ട്, ജീവിത പങ്കാളിക്ക് ഇങ്ങനെ അവിഹിതം ഉണ്ടെങ്കിൽ പലപ്പോഴും അവർക്ക് സെക്സിനോടുള്ള താല്പര്യം കുറയും എന്നുള്ളതാണ്. അതായത് സ്വന്തം ജീവിത പങ്കാളിയുമായിട്ടൊരു ശാരീരിക ബന്ധത്തിനൊന്നും ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ പെരുമാറാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യം നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് പറയും നിങ്ങൾക്ക് കാമപ്രാന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തിലുള്ള വികാരം കൂടുതലായതുകൊണ്ടാണ്, നിങ്ങൾക്ക് എന്തോ അസുഖമുണ്ട്, നിങ്ങളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കാം. ഇനി അഞ്ചാമായിട്ട്, നിങ്ങൾക്ക് യാതൊരു കോംപ്ലിമെൻറ്റ്സും തരത്തില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരു രീതിയിലും പ്രശംസിച്ച് സംസാരിക്കത്തില്ല, നിങ്ങൾ
ഒരാൾക്ക് വേണ്ടിയിട്ടൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അത് അംഗീകരിക്കുകയും അതിനുള്ളൊരു നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ നന്ദി സൂചകമായിട്ടുള്ള രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുകയോ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ. അപ്പോൾ നിങ്ങളെ അതുവരെ നിങ്ങൾ അതിന് മുമ്പുള്ള സ്വഭാവം കൂടി ഒന്ന് നോക്കണം. മുൻപ് ഈ വ്യക്തി നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് തന്നുകൊണ്ടിരുന്നതാണോ എന്ന് നോക്കണം. അപ്പോൾ അതുമായിട്ടേ നമ്മൾ കമ്പയർ ചെയ്യുള്ളൂ. അപ്പോൾ മുൻപും ഒരു രീതിയിലുള്ള കോംപ്ലിമെൻറ്റ്സും തരുന്നില്ലായിരുന്നു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതുവരെ ഒരു കോംപ്ലിമെൻറ്റ്സും തരാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോൾ അവരുടെ ഇന്നേറ്റ് നേച്ചർ എങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങൾക്ക് മുൻപ് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് തന്നിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതൊക്കെ അംഗീകരിക്കുകയും അതിനൊക്കെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും അതിനൊക്കെ ഒരുപാട് നന്ദി പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനൊക്കെ നിങ്ങൾ ഒരുപാട് പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ അങ്ങനെ ഒരു പുകഴ്ത്തലും ഇല്ല, ഒരു അപ്രിസിയേഷനും ഇല്ല, ഒരു രീതിയിലും നിങ്ങൾക്കൊരു കോംപ്ലിമെൻറ്റ്സും പോസിറ്റീവായിട്ട് തരുന്നുമില്ല, കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ആ വ്യക്തിക്ക് മറ്റേതോ ഒരു വ്യക്തിയായിട്ട് കണക്ഷൻ വന്നിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും സംശയിക്കാവുന്നതാണ്. ഇനി ആറാമതായിട്ട് ഹൈഡിങ് നേച്ചർ കൂടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങളെ കാണുമ്പോൾ തന്നെ ആ വ്യക്തി നിങ്ങളുടെ മുഖത്തധികം നോക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് സംസാരിക്കുകയൊന്നും ചെയ്യത്തില്ല, എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. അത് തന്നെയല്ല, ഒരു വ്യക്തതയില്ലാത്ത രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചാലും അത് എങ്ങും തൊടാത്ത രീതിയിലുള്ള എക്സ്പ്ലനേഷനൊക്കെ തരത്തുള്ളൂ. ഇനിയിപ്പോൾ ആൾ പുറത്തു പോവുകയാണെങ്കിൽ എവിടെ പോവുകയാണെന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഒന്നും തരത്തില്ല. ഇനി ഏഴാമതായിട്ട് ഫോൺ റിലേറ്റഡ് ബിഹേവിയർ ചേഞ്ച് ആവും എന്നുള്ളതാണ്. അതായത് ആ വ്യക്തി ഏതെങ്കിലും കോൾ വരുമ്പം നിങ്ങളുടെ അടുത്തുനിന്ന് മാറിപ്പോയി ഇങ്ങനെ കുറേ അകലെ പോയി നിന്നൊക്കെ ഫോണിൽ സംസാരിക്കുന്ന കാണാം. ചിലപ്പോൾ ആ ഫോണിൽ വളരെ കളിചിരിയും തമാശയൊക്കെ പറയുന്ന കാണാം. പക്ഷേ നിങ്ങളുടെ അടുത്ത് വെച്ച് അങ്ങനെ സംസാരിക്കത്തില്ല, ഒരുപാട് മാറി നിന്നിട്ടൊക്കെ ആയിരിക്കാം സംസാരിക്കുന്നത്. ഇനി ഈ ഫോൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു, ഫോണിൽ നിങ്ങൾക്ക് ആക്സസ് തരാതെ വരുന്നു, അതിൻ്റെ പാസ്വേഡൊക്കെ വേറെ ഇടുന്നു, നിങ്ങൾക്ക് ആ ഫോണിലേക്ക് ഒരു ആക്സസും തരത്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ ഈ ഫോണും കൊണ്ട് പോകുന്നു, ഒരുപാട് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ടോയ്ലറ്റിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത്. പിന്നെ എപ്പോഴും ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുമായിട്ട് ഒരു സംസാരവും ഇല്ല, ഫുൾ ടൈം ഫോണിൽ നോക്കാൻ സംസാരമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഓൺലൈനിലാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ വ്യക്തിക്ക് മറ്റു ബന്ധങ്ങളുണ്ടോ എന്ന് സംശയിക്കാം. അപ്പോൾ എട്ടാമതായിട്ട് അമിത സ്നേഹം പ്രകടിപ്പിക്കലാണ്. അതായത് പല വ്യക്തികൾക്കും അവിഹിത ബന്ധം ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവിത പങ്കാളിയെ ഒട്ടും മൈൻഡാക്കാത്ത രീതിയിലാണ്, ഒട്ടും വില വെക്കാത്ത രീതിയിലാണ്. ചിലർക്ക് അത് നേരെ ഓപ്പോസിറ്റാണ്. ചിലരിങ്ങനെ അവിഹിത ബന്ധം ഉണ്ടാകുമ്പം അത് മറച്ചു വെക്കാൻ വേണ്ടി അതുവരെ ഉണ്ടായിരുന്നതിനെ കഴിഞ്ഞും കൂടുതൽ സ്നേഹം പങ്കാളിയോട് കാണിക്കാനായിട്ട് തുടങ്ങും. പങ്കാളിക്ക് എപ്പോഴും ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കും. കാരണം ഈ വ്യക്തിക്ക് എപ്പോഴും മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കുറ്റബോധത്തെ മറികടക്കാനും അല്ലെങ്കിൽ പങ്കാളിക്ക് ഒരിക്കലും ഒരു സംശയം തോന്നാതിരിക്കാനും ഒക്കെയാണ് ഈ രീതിയിൽ കൂടുതൽ സ്നേഹം കാണിക്കുകയും കൂടുതൽ കെയർ കാണിക്കുകയും ചെയ്യുന്നത്. ഇനി ഒമ്പതാമതായിട്ട് വീട്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ കുറയുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പം ഒരു ഭർത്താവാണെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യുകയാണെന്ന് വെക്കുക. അപ്പോൾ അദ്ദേഹം അതുവരെ നാട്ടിലേക്ക് ഒരു 2 ലക്ഷം രൂപയാണ് മാസം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു അവിഹിത ബന്ധം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഈ അവിഹിത ബന്ധ പങ്കാളിക്ക് വേണ്ടിയിട്ട് കൂടുതൽ പൈസ കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ വീട്ടിലോട്ടുള്ള പൈസ കൊടുക്കുന്നതിൻ്റെ അളവ് കുറയും. അപ്പോൾ 2 ലക്ഷം ആയിരുന്നത് ചിലപ്പം 1 ലക്ഷമായിട്ട് ചുരുങ്ങും, ചിലപ്പോൾ 75,000 ആയി പോകും. അപ്പോൾ ആ രീതിയിൽ അതുവരെ നല്ല രീതിയിൽ ഫണ്ട് തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആ വ്യക്തി തരുന്ന ഫണ്ട് പകുതിയായിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഇങ്ങനെ ഒരു അവിഹിത ബന്ധം റൂട്ട് സംശയിക്കാവുന്നതാണ്. അപ്പോൾ ശരിക്കും ഇത്തരക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇങ്ങനെ നമുക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ഒന്ന് മേടിച്ച് നോക്കണം. നമ്മൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ തന്നെ ഇവർ ചിലപ്പോൾ നമ്മളോട് ചൂടാവും. ഇപ്പോൾ ഇവർക്ക് കള്ളത്തരം ഒന്നും ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവർക്ക് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. പക്ഷേ കള്ളത്തരമുള്ളവർ എപ്പോഴും ചൂടാവും. അതിപ്പം നാട്ടിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ എവിടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അതിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, അപ്പോൾ അവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വീട്ടിലോട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷനിൽ കാര്യമായിട്ടുള്ള ഇടിവ് വന്നിട്ടുള്ളൂ. അത് സ്ഥിരമായിട്ട് ഇപ്പോൾ ആ ഒരു കുറഞ്ഞ രീതിയിൽ മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്കിങ്ങനൊരു അവിഹിതമൊക്കെ സംശയിക്കാവുന്നതാണെന്നുള്ള. ഇനി 10ാമതായിട്ട് നിങ്ങളെ കൂടാതെ പലപ്പോഴും പല ട്രിപ്പുകൾക്കും പോകാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ പല മീറ്റിംഗ് ആണെന്നും പറഞ്ഞിട്ട് പല സ്ഥലത്തേക്കും പോകാൻ തുടങ്ങുന്നു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കൂട്ടാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ എപ്പോഴും ഇങ്ങനെ പുറത്തു പോകുന്നു, ഒരുപാട് സമയം കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രം തിരിച്ചു വരുന്നു. ജോലി സ്ഥലത്ത് നിന്നാണെങ്കിൽ പോലും കൂടെ ഇങ്ങനെയൊക്കെ ടൂർ പോകുമ്പോൾ അതിനു മുമ്പ് ആ രീതിയിൽ ടൂർ പോകുന്നുണ്ടായിരുന്നോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ രീതിയിൽ ബിസിനസ് ട്രിപ്പുകളൊക്കെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ വ്യക്തി തനിച്ച് പുറത്ത് പോകാറുണ്ടായിരുന്നോ എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ചിലപ്പോൾ ചില കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനാണെന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ, മുൻപ് അങ്ങനെ പോകുന്നില്ലായിരുന്നെങ്കിൽ അവിടെയും നമുക്ക് നോക്കാം, ഉറപ്പിക്കാം ഇങ്ങനെ ഒരു അവിഹിത ബന്ധത്തിൻ്റെ ചാൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇങ്ങനെ അവിഹിത ബന്ധമാണെന്ന് സംശയിക്കാമെങ്കിലും നമുക്ക് എപ്പോഴും വേണ്ടത് തെളിവുകളാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കൊരു വ്യക്തിയെ ആ ഒരു കുറ്റം ആരോപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ തെളിവുകൾ സഹിതം കാണിച്ചു കൊടുത്താലേ ആ വ്യക്തി അത് സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ തെളിവുകൾ സംഘടിപ്പിക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള രീതികളുണ്ട്. അത് നിങ്ങളുടെ സാഹചര്യവും സന്ദർഭമൊക്കെ അനുസരിച്ച് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത്.